CR മഹേഷ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനെ കൊണ്ട് രാഹുലിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ചർച്ച. അപ്പം ഇത് കണ്ടിട്ട് കുറേ ആളുകൾക്ക് കുറേ എണ്ണത്തിന് കുരു പൊട്ടി അങ്ങോട്ട് ഒലിക്കുകയാണ്. വേറൊന്നുമല്ല, CR മഹേഷ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടതും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് സംസാരിച്ചതും എല്ലാം ഒരു വൻ ഗൂഢാലോചനയാണ്. ഇനി ഇലക്ഷൻ വോട്ടെണ്ണലിന് ശേഷം അടുത്ത രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് കുറേ ആളുകളുടെ കുരു പൊട്ടുന്നൊരു രംഗമാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടത്. ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. രാഹുൽ, അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ആ ഒരു മീഡിയക്കാരുൾപ്പെടെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെയും CR മഹേഷിൻ്റെയും. CR മഹേഷിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കരുനാഗപ്പള്ളിയുടെ ഒരു ഒരു സ്വത്തെന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, നല്ലൊരു മനുഷ്യനാണ് പുള്ളി. ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. ഏത് നട്ടപ്പാതിരയ്ക്കും ആർക്കാണെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്നൊരു വ്യക്തിയാണ് CR മഹേഷ്. അത് കരുനാഗപ്പള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു 2016 വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അല്ലാതെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പുള്ളി പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിന് ശേഷം ആ നാട്ടിന് വേണ്ടിയിട്ട്, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി കുറേ പ്രയത്നിച്ചു. എന്നിട്ട് അടുത്ത 2021 പുള്ളി വൻ ഭൂരിപക്ഷത്തോടു കൂടി ഏകദേശം 30,000-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് CR മഹേഷ് അവിടെ ജയിച്ചത്. അപ്പം അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് CR മഹേഷ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടും CR മഹേഷൊക്കെ അവരൊക്കെ ഒരു പാർട്ടിയിൽ, ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ്. ഒരേ നിയമസഭയിൽ ഒരുമിച്ച് പങ്കെടുത്ത് ഒരുമിച്ച് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു വന്ന ആളുകളാണ്. അപ്പം അവരൊരു സൗഹൃദത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ അവരേതായിട്ടുള്ളൊരു സൗഹൃദം അവിടെ ഇപ്പം നമ്മൾ പഴയ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, ഇനി അവരുടെ മേലിൽ എന്ത് തെറ്റുണ്ടെങ്കിലും, ഇനി അവരെന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ, ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ്. അതിനകത്ത് ഈ രാഷ്ട്രീയം കൊണ്ട് കലർത്തിയിട്ടിട്ട് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു മോശമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. അതാണ് ഇവിടെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടുന്ന ആളുകളുണ്ട്. കാരണം അവർക്കൊക്കെ പേടിയാണ്. ഇനി ഇവരെന്തോ വലിയ ഗൂഢാലോചന നടത്തുവാണ്, ഇനി രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയൊക്കെയാണ്. CR മഹേഷ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ്, ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതാണ് VK ശ്രീകണ്ഠൻ, പാലക്കാട് MP ശ്രീകണ്ഠൻ രാഹുലിനെ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെയും ഭയങ്കര ചർച്ചയായിരുന്നു. വൻ ഗൂഢാലോചന അരങ്ങേറുന്നുണ്ട്, രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നവരൊക്കെ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഇനി ഞാനിവിടെ രാഹുൽ പങ്കുവെച്ച ആ ഒരു പോസ്റ്റ് വയ്ക്കാം. അതിന് മുമ്പേ ഞാനൊരു വീഡിയോ, ആ ഒരു വിഷ്വൽ CR മഹേഷും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഓക്കെ, ഇനി CR മഹേഷുമായിട്ട് മീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫോട്ടോ രാഹുൽ ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇട്ട ക്യാപ്ഷൻസ് ഇങ്ങനെയാണ്: കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് CR മഹേഷിന് എതിരാളികളില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ സ്നേഹത്തിൻ്റെ വേരിറക്കുന്നവനാണ് ഈ മനുഷ്യൻ. ചേർത്ത് നിർത്തുന്നൊരുത്തൻ. പ്രിയപ്പെട്ട CR ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എന്ന് ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് ആ ഒരു ഫോട്ടോ, അവരൊരു പഴയൊരു സൗഹൃദം, നല്ലൊരു സുഹൃത്തുക്കളാണ് ഇവർ, ആ ഒരു സൗഹൃദം പങ്കുവയ്ക്കുന്നൊരു ഫോട്ടോയാണ് ഇട്ടത്. ഇതിൻ്റെ അടിയിൽ കുറേ ആളുകൾ കുരു പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തോ വലിയ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വലിയ ഗൂഢാലോചനയൊക്കെ നടത്തി പ്ലാൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. മനോജ് മനു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇട്ടേക്കുന്നതാണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊടും ക്രിമിനലിനെ ഹാബിച്വൽ ഓഫൻഡറിനെ
ഒരു പെർവെർട്ടറിനെ നിങ്ങൾക്ക് ഒരു സുഹൃത്തായും പ്രിയപ്പെട്ടവനായും ഒക്കെ കാണാൻ കഴിയുമോ? ഒരു കൊടും ക്രിമിനലിനെ, എന്തോ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്തോ വലിയ അപരാധം ചെയ്തെന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്കൊരു സുഹൃത്തായി കാണാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനുഷ്യന്മാർക്ക് പറ്റില്ലെന്നാണ് അതിൻ്റെ ഉത്തരം. ഈ എഴുതി വിടുന്ന ആളുകളൊക്കെ അത്രയും പെർഫെക്റ്റ് ആണല്ലോ. ഈ എഴുതി വിടുന്ന ആളുകളൊക്കെ ഒരു 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 ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളുകളാണല്ലോ. സത്യസന്ധമായിട്ട് ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളാണല്ലോ. മനുഷ്യരാരാടോ, ആർക്കാണ്, ഏത് മനുഷ്യർക്കാണ് മിസ്റ്റേക്സുകൾ സംഭവിക്കാത്തത്? ഏത് മനുഷ്യരാണ് തെറ്റ് ചെയ്യാത്തത്? അല്ലേ? മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകും. അന്ന് കരുതി ഇതുപോലെ അങ്ങോട്ടൊരു ക്രിമിനലായിട്ട് ചിത്രീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ ആ കുഞ്ഞുങ്ങളെ ജനിക്കും മുമ്പ് കൊന്നുകളയാൻ പറയുന്നതും നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ് എന്നാവർത്തിക്കുന്നതും മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോകുമോ? അറ്റവും മൂലവും ഇല്ലാത്ത, അത് 24-ന് കൊടുത്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്, വാലും തലയും ഇല്ലാത്ത കുറേ ചാറ്റുകൾ. അത് മാത്രമേ ജനങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ചാറ്റൊക്കെ ഒന്ന് പുറത്തു വരട്ടെ, പുറത്തു വിട്. ഫുള്ള് ചാറ്റ് വന്നിട്ട് നമ്മൾ അതൊക്കെ വിശ്വസിക്കാം. അറ്റവും മൂലവും ഇല്ലാത്ത കുറേ ചാറ്റുകൾ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വായി തോന്നുന്നു പുറയ്ക്ക് പാട്ടെന്ന് ചിന്തിച്ച് വയ്ക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ അജണ്ട വേറെയാണ്. പിന്നെ ഇതിനകത്ത് ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കണമെങ്കിൽ അതിന് രണ്ടുപേരും, ആ കുഞ്ഞിൻ്റെ മാതാവും പിതാവും കൂടെ വിചാരിക്കണ്ടേ? അപ്പം രണ്ടുപേരും തെറ്റുകാരല്ലേ അതിനകത്ത്? ഒരാൾ മാത്രം എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്? പക്ഷേ ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പറ്റും എന്നവർ ആവർത്തിക്കുകയാണ്. എന്തിനാണ് ചെങ്ങായി വെറുതെ ഈ കോൺഗ്രസ്സുകാരെ കെട്ടുചേർന്നത്? ഞാനുള്ള കാര്യം ഞാൻ പറയും. ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ ന്യായീകരിക്കത്തില്ല. അതിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം. ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ ന്യായീകരിക്കത്തില്ല, BJP ഞാൻ ന്യായീകരിക്കത്തില്ല. കാരണം ശരി എവിടാണോ അവിടെ ഞാൻ സംസാരിക്കും, തെറ്റ് എവിടാണോ, ആര് തെറ്റ് ചെയ്യുന്നുവോ അവിടെ സംസാരിക്കും. അപ്പം ഇവിടെ ഭരണപക്ഷത്ത് ഇപ്പം കോൺഗ്രസ്, ഇപ്പം ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പറ്റും എന്നവർ ആവർത്തിക്കുകയാണെന്നൊരു ഇത് എഴുതിയിട്ടുണ്ട്, ഒരു സെൻറ്റൻസ്. ഞാനൊരു കാര്യം ചോട്ടെ, ഭരണപക്ഷത്തുള്ള ആളുകൾ ഇതൊന്നും ചെയ്തിട്ടില്ലേ? ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഭരണപക്ഷത്തുള്ള ആളുകൾ രണ്ട് പക്ഷത്തുള്ള ആളുകളുണ്ട്, പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്, ഭരണപക്ഷത്തുള്ള ആളുകളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. കോൺഗ്രസ്സിൽ ഏറ്റവും നല്ല ഇമേജ് ഉണ്ടെന്ന് അവരും നിഷ്പക്ഷരും അവകാശപ്പെടുന്ന കരുനാഗപ്പള്ളി MLAക്ക് ആ ക്രിമിനൽ പ്രിയപ്പെട്ടവനും സുഹൃത്തുമാണ്. ഒരാളൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ കല്ലെറിഞ്ഞ് ഓട്ടിക്കാൻ പറ്റുമോ? അയാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് അറിയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൈപിടിച്ച് ശരിയിലേക്ക് കൊണ്ടുവരൂ. അതാണ് വേണ്ടത്. അല്ലാതെ കല്ലെറിഞ്ഞ് വീണ്ടും അയാളെ ആ തെറ്റിലേക്ക് കല്ലെറിഞ്ഞ് വിടുവല്ല വേണ്ടുന്നത്, അല്ലേ? മനുഷ്യരാണ് ചങ്ങാതി എല്ലാവരും. ഈ പറഞ്ഞിട്ടുള്ള ആരും അത്ര പെർഫെക്റ്റ് അല്ല. ഈ പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ അത്ര മാന്യതൊന്നുമല്ല. അതാത് മനസ്സിലാക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കും. ബാക്കിയോടെ വായിക്കാം. ഷെയിം ഓൺ യു മിസ്റ്റർ CR മഹേഷ്. അപ്പം എല്ലാവരും കൂടെ CR മഹേഷിന് മേലെയാണ് ഇപ്പം കല്ലെറിയുന്നത്. രാഹുലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോ ഇട്ടതിനും രാഹുലിനെ ചെന്ന് കണ്ടതിനും എല്ലാവരും മഹേഷിനെ അങ്ങോട്ട് ക്രൂശിക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ, രാഹുൽ മാങ്കൂട്ടം ആ സിസ്റ്ററുടെ മോളെ ഒരു ചടങ്ങിൻ്റെ ഒരു അരഞ്ഞാണം ഇടിയിലൊരു അങ്ങനെ ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു. ആ ചടങ്ങിൻ്റെ ഒരു ഫോട്ടോയും ഒരു വീഡിയോസും പങ്കുവച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ വരെ എന്തോ ഒരു മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ വരെ മോശമാക്കിയിട്ടുള്ള കമൻറ്റുകളാണ് നമ്മൾ കണ്ടത്. ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും അങ്ങനെ കണ്ണിലൂടെ കാണുന്ന ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ. അയാളെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ അത് സംസാരിക്കുക, അല്ലാതെ അയാളുടെ ഫാമിലിപരമായിട്ടുള്ള ഫോട്ടോസിനകത്തും കാര്യങ്ങൾക്കും ഫാമിലിയിൽ നടക്കുന്ന ഇതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകൾ, ഇങ്ങനെ വൃത്തികെട്ട അഴുക്ക് മനസ്സും വെച്ചുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കൂടിക്കാഴ്ച കൊണ്ട് ചേർത്ത് നിർത്തൽ കൊണ്ട് ജനപ്രതിനിധിയായ നിങ്ങൾ അപമാനിച്ചത് പുറത്തു വന്നവരും പുറത്തു വരാത്തവരുമായ നിരവധി അതിജീവിതമാരെയാണ്. ഈ അതിജീവിത എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ള എന്താണ്? ഈ അതിജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ പൊന്നു ചങ്ങാതി അതിജീവിതയുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളിങ്ങനെ എഴുതി വിട്.
ഓക്കെ, ഇനി ബാക്കി വയ്ക്കാം. നിങ്ങൾക്ക് അയാളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതിൻ്റെയും അയാളെ പുറത്താക്കുമ്പോൾ വി സതീശൻ്റെ നെഞ്ചി പൊട്ടുന്നതിൻ്റെയും ഇമോഷൻ ഒന്ന് തന്നെയാണ്. സതീശനെ ഞാൻ ഈ ഒരു കാര്യത്തിൽ പുള്ളിയുടെ നിലപാട് തെറ്റ് തന്നെയാണ്. പുള്ളി മണ്ടത്തരം തന്നെയാണ് പുള്ളി എടുത്തൊരു നിലപാട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതാണ്ട് ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ തലേന്ന് ഗണേഷ് കുമാറുമായിട്ടുള്ളൊരു വിവാദം നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ അതിൽ എന്ത് നിലപാടെടുത്ത് ഗണേഷ് കുമാറിനെ പുറത്താക്കി? ഇല്ലല്ലോ. ഗണേഷ് കുമാർ മത്സരിച്ചില്ലേ? ഇപ്പോഴും ഗണേഷ് കുമാർ മന്ത്രി കസ്റ്റഡിയിലിരിക്കുന്നില്ലേ? അപ്പോൾ എടുത്തുകാടിയുള്ള വി സതീശൻ്റെ നിലപാടിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പോഴും അതിജീവിതമാരെ ആ ഞരമ്പ് രോഗിയും അയാളുടെ അനുയായികളും വ്യക്തിപരമായി തന്നെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല. ഇനി അടുത്തൊരു പോസ്റ്റ് കൂടെ ഞാൻ വായിക്കാം. കൂടെ ഇരിക്കുന്ന ഊളയുടെ മുൻകാല പ്രവർത്തികളിൽ മഹേഷന് എത്രത്തോളം മതിപ്പ് ആണെന്ന് നീയൊരു ഭയങ്കരം തന്നെ എന്ന മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാകും. ഇലക്ഷൻ വരെ അണ്ണനൊരു മുഖം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അണ്ണൻ ശരിക്കുള്ള മുഖം പുറത്തു വന്നു. CR മഹേഷിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. CR മഹേഷ് ആരാണെന്ന് കരുനാഗപ്പള്ളിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, കരുനാഗപ്പള്ളിയിലെ ജനങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പുള്ളി ഒരു രാഷ്ട്രീയക്കാരൻ മാറ്റി നിർത്തിക്കഴിഞ്ഞിട്ടുള്ളൂ. പച്ചയായിട്ടുള്ളൊരു നല്ലൊരു മനസ്സിനുടമയാണ്. മഹേഷിനെ പറ്റി ഒന്നും അറിയാതെ അയാളുടെ ഫേക്ക് ഇമേജിൽ വീണ് കരുനാഗപ്പള്ളി അകത്തും പുറത്തും അയാളുടെ അപദാനങ്ങൾ പാടി നടക്കുന്ന മാധ്യമങ്ങൾ അടക്കമുള്ള പാണന്മാർ മനസ്സിലാക്കണം അണ്ണൻ്റെ മുഖംമൂടിക്ക് പിന്നിലുള്ള യഥാർത്ഥ മുഖം. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്ത് മുഖംമൂടിയാണ് പുള്ളിക്കുള്ളത്? എന്താ ചെങ്ങാതി, എന്ത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഉളുപ്പില്ലാതെ ഒരു ഭ്രൂണഘാതകനായ ലൈംഗിക മാനസിക രോഗിയെ ഇങ്ങനെ വെളുപ്പിക്കാൻ ഇറങ്ങിയത് മുതിർന്ന നേതാക്കളെ അടക്കം പലതും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി നിർത്തുന്നത് പോലെ തന്നെയും നിർത്തിയിട്ടുള്ളത് കൊണ്ട് ആയിരിക്കുമല്ലേ മിസ്റ്റർ CR മഹേഷ്. കഷ്ടം തന്നെ അല്ലേ? ഇതിപ്പം ഞാനൊരു കാര്യം, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും, നമ്മളെ കുടുംബത്തിലൊന്ന് ആലോചിക്കുക, ആരെങ്കിലും ഒരു തെറ്റ് അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു, നമ്മളെല്ലാവരും അയാളെ ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കുടിക്കുമോ? ഇല്ല. ആ വ്യക്തിയെ തെറ്റും പറഞ്ഞു തിരുത്തി നേർവഴിയിലേക്ക് വരാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അയാളെ വീണ്ടും കല്ലെറിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അയാൾ വീണ്ടും തെറ്റിലേക്ക് പോകത്തേ ഉള്ളൂ, അല്ലേ? ഓക്കെ, ഇനി വേറൊരു പോസ്റ്റ്, രാഹുലിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇവിടെ ഞാൻ വായിക്കാം. ബിലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്നത്, ഗണേഷിൻ്റേത് കുടുംബ പ്രശ്നവും രാഹുലിൻ്റേത് സാമൂഹിക പ്രശ്നവും എന്ന നിലപാട് കയ്യിലിരിക്കട്ടെ. ഗണേഷ് കുമാറിന് വിശുദ്ധ പട്ടം നൽകാമെങ്കിൽ രാഹുലിന് എന്തുകൊണ്ട് അയോഗ്യതയാണ്? ചെയ്ത തെറ്റ് സമൂഹം കൂട്ടത്തോടെ കല്ലെറിയുന്നത് തന്നെ വലിയൊരു ശിക്ഷയാണ്. ആ ശിക്ഷ ഉൾക്കൊണ്ട് തൻ്റെ വീഴ്ചകൾ തിരുത്തി രാഹുൽ സജീവമാകുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ് മാതൃക. എന്താ അല്ലേ? ശരിയല്ലേ? അയാൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കല്ലെറിഞ്ഞ് അയാളെ അപമാനിക്കുമല്ലോ വേണ്ട, കല്ലെറിഞ്ഞ് ഇല്ലാതാക്കുമല്ല ചെയ്യേണ്ടത്. അയാളെ തിരിച്ച് ആ ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.